എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി .ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അതുപോലെ /UG ADM 2024/index.php എന്നുള്ള പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ വെരിഫിക്കേഷൻ കോഡ് എന്നിവ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 3 വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് SC ST PWBD വിദ്യാർത്ഥികൾക്ക് 300 രൂപയും മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 600 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഇത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ BA അഫ്സൽ ഉലമ പ്രോഗ്രാം ഉൾപ്പെടെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോഴ്സിനേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഗവൺമെൻറ് ആണോ, എയ്ഡഡ് ആണോ, ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണോ, അൺഎയ്ഡഡ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എയ്ഡഡോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഓരോ സെമസ്റ്ററിനും ഏകദേശം കുറച്ച് നല്ലൊരു ഫീസ് തന്നെ, അതായത് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് താരതമ്യം ചെയ്യുന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലും, അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതൊക്കെ കോളേജിലാണുള്ളത് അറിയാനായിട്ട് പ്രോഗ്രാംസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണുള്ളത്, ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യം പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഡിഗ്രി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 3 വരെ പുതിയ അപേക്ഷ നൽകാനും, അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുപോലെ ഓപ്ഷൻസ് ക്രമം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.